യഹോവയേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവ എലോഹീം സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായല്ല. യഹോവ എല്യോനത്യുന്നതൻ നീ, നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോ എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വാക്യം ഇപ്രകാരമാണ്: അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. ഈ തിരുവചന വാക്യത്തിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും സുപരിചിതമാണ്. യഹോവയായ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് അവനെ വിളിച്ചപ്പോൾ അബ്രഹാം പറഞ്ഞു, ഞാനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം അവനോട് യഹോവ പറഞ്ഞത്, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. ഈ സംഭവം കേട്ട സമയത്ത് അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായോട് ഈ വിവരം പറയുന്നില്ല, ബാല്യക്കാരോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ അബ്രഹാം ചെയ്തത്, താൻ അതികാലത്ത് എഴുന്നേറ്റ് കഴുതകൾക്ക് കോപ്പിട്ട് ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3 ദിവസത്തെ യാത്രയാണ്. ഈ 3 ദിവസത്തെ പകലും രാവുള്ള യാത്രയിൽ ആരും അന്യോന്യം എന്താ കാര്യമെന്നൊന്നും അറിയുന്നില്ല, അവർ ചോദിക്കുന്നുമില്ല. എന്നാൽ അബ്രഹാം വിശ്വാസത്താൽ യാത്ര തിരിച്ചു. 3-ാം ദിവസം അബ്രഹാം ദൂരദേശത്ത് നോക്കിയപ്പോൾ ദൈവം അരുളി ചെയ്ത ആ സ്ഥലം കാണുവാനിടയായി തീർന്നു. അബ്രഹാം തൻ്റെ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് അനേക ആലയങ്ങളിൽ പലരും പറയും, ഞങ്ങൾ ആരാധന കഴിഞ്ഞ് മടങ്ങി വന്നെന്ന്. ആരാധന കഴിഞ്ഞ് മടങ്ങി വരുന്നതും ആരാധന കഴിച്ച് മടങ്ങി വരുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ 12-ാമത്തെ വയസ്സിൽ മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുവന്നു. അവിടുത്തെ പെരുന്നാൾ കഴിഞ്ഞ ശേഷം, ആ പെരുന്നാളിനാണ് പോയത്, അവിടെ ആരാധിക്കാൻ പോയല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നതാണ്, അബ്രഹാമിൻ്റെ വിശ്വാസത്താൽ അബ്രഹാം പറയാണ്, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. എന്തിനാണ് ദൈവം അബ്രഹാമിനെ അങ്ങോട്ട് വിട്ടത്? തൻ്റെ ഏകജാതന മകനെ യാഗമർപ്പിക്കാനാണ്. അങ്ങനെയെങ്കിൽ അബ്രഹാമിൻ്റെ വിശ്വാസം എന്താണ്? അബ്രഹാം വിശ്വസിച്ചു, എൻ്റെ മകനെ യാഗം കഴിച്ചാലും ആ ചാരത്ത് നിന്ന് മറ്റൊരു ഇസഹാക്കിനെ ഒരുക്കി തരുവാൻ കൊള്ളുന്ന ദൈവം വിശ്വസ്തനാണ്. അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്.
അങ്ങനെ അബ്രഹാം ബാലനുമായിട്ട് അവിടേക്ക് പോവുകയാണ്. താൻ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ വിറക് ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തും ഇരുവരും ഒന്നിച്ച് നടന്നു. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് ചോദിച്ചു, അപ്പ എന്ന് പറഞ്ഞവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകും ഉണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചു. അങ്ങനെ ദൈവം തനിക്ക് ഹോമയാഗത്തിന് ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞു. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ അബ്രഹാം ഇസഹാക്കുമായിട്ട് കടന്നു പോവുകയും വിശ്വാസത്താൽ അബ്രഹാം ബാലനെ യാഗത്തിന് വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസം വരെ കണ്ട് ഞെട്ടിപ്പോയി. പെട്ടെന്ന് ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, ബാലനുമേ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അബ്രഹാമിന് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു വഴിയായിരുന്നു അതെങ്കിൽ യഹോവ കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മുള്ളുകൾക്കിടയിൽ അല്ലെങ്കിൽ വള്ളികൾക്കിടയിൽ ചുറ്റിക്കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ കാണുവാനിടയായി തീർന്നു. അതിനെ എടുത്ത് യാഗം അർപ്പിച്ചു. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ വിശ്വാസപ്രകാരമാണ്. ആകയാൽ യഹോവ കരുതിക്കൊള്ളും. നമ്മുടെ ഏതൊരു വിഷയമായിരുന്നാലും നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. യഹോവ കരുതിക്കൊള്ളും, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊള്ളും എന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തിൽ മുന്നേറുവാൻ തുടങ്ങണം. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ അബ്രഹാമിൻ്റെ വിശ്വാസം പോലെ നമ്മുടെയും വിശ്വാസം വർദ്ധിച്ചു തരുവാൻ തുടങ്ങണം. ദൈവരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ ചെറിയ എന്തിയാൽ ദൈവമായ കർത്താവ് നമ്മളെ അവരെയും അനുഗ്രഹിക്കുമാറാണ്. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.